Hi friends, welcome back to our channel. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7 NCERT സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ചാപ്റ്റർ 1 ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ എ തൗസൻഡ്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മളുടെ ആദ്യത്തെ പേജിൽ കാണുന്നത് ഒരു മാപ്പാണ്. അത് മാപ്പ് 1 ആണ്. അപ്പോൾ നമുക്കത് ഒന്ന് പഠിക്കാം. Take a look at map 1 and 2. Map 1 is made in 1154 CE by the Arab geographer Al-Itrisi. The section reproducer here is a detail of the Indian subcontinent from his larger map of the world. അതായത് ഇവിടെ മാപ്പ് 1 നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്കൊരു മാപ്പ് കാണാം. ആ മാപ്പ് ഉണ്ടാക്കിയത് 1154 സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയത്. ഒരു അറബ് ജിയോഗ്രാഫറാണ് ഉണ്ടാക്കിയത്. ആ ജിയോഗ്രാഫറുടെ പേരാണ് അൽ-ഇദ്രിസിയാണ് ഈ ഒരു മാപ്പ് ഉണ്ടാക്കിയത്. The section reproduces here a detail of the Indian subcontinent from his larger map of the world. ഈ സെക്ഷൻ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ്റെ സബ് കോണ്ടിനെൻ്റ് ഫ്രം ഹിസ് ലാർജർ മാപ്പായിട്ടാണ് കൺവേർട്ട് ആകുന്നത്. മാപ്പ് ഓഫ് ദ വേൾഡ് തന്നെ. മാപ്പ് 2 വാസ് മെയ്ഡ് ഇൻ ദ 1720 ബൈ എ ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ. മാപ്പ് 2 ആരാണ് ഉണ്ടാക്കിയത്? 1720 ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫറാണ് അത് ഉണ്ടാക്കിയത്. The two maps are quite different even though they are of the same area. ഈ രണ്ട് മാപ്പും ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. even though they are the same area. ഒരു സെയിം ഏരിയയിൽ തന്നെ ഒരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ വരച്ചിട്ടുള്ളത്. ഇൻ അൽ-ഇദ്രിസി മാപ്പ് സൗത്ത് ഇന്ത്യ ഈസ് വേർ വി വുഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് നോർത്ത് ഇന്ത്യ. അൽ-ഇദ്രിസിൻ്റെ മാപ്പിൽ സൗത്ത് ഇന്ത്യ ഈസ് വേർ ടു എക്സ്പെക്ട് ടു ഫൈൻഡ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയും ശ്രീലങ്കയും എവിടെയാണ്? ഇസ് ദ ഐലൻഡ് എറ്റ് ദ ടോപ്പാണ്. ടോപ്പിലാണ് ഐലൻഡ് വന്നിരിക്കുന്നത്. പ്ലേസ് നെയിംസ് ആർ മാർക്കഡ് ഇൻ അറബിക് ലാംഗ്വേജിലാണ് എന്ത് പ്ലേസ് മാർക്ക് ചെയ്തിട്ടുള്ളത് അൽ-ഇദ്രിസിൻ്റെ മാപ്പിൽ. And there are some well known as name like Kanauj and ഉത്തർപ്രദേശ്. അവിടെ ഒരു വെൽ ആയിട്ടുള്ള നോൺ നെയിംസ് ലൈക്കാണ്. ഒരു നല്ലൊരു പേരാണ് എന്ത് കനൗജും ഉത്തർപ്രദേശും. സ്പ്ലിറ്റ് ഇൻ ദ മാപ്പ് ആസ് കനൗജ്. അതെന്ത് സ്പ്ലിറ്റ് ചെയ്തു എന്താണ് കനൗജ് മാപ്പ് ആക്കിയിട്ടാണ് ഉണ്ടായത്. മാപ്പ് 2 വാസ് മെയ്ഡ് നിയർലി 600 years ആഫ്റ്റർ മാപ്പ് 1 ഡ്യൂറിങ് വിച്ച് ടൈം അതായത് ഒരു ടൈമിൽ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഒരു ഇൻഫോർമേഷൻ അബൌട്ട് സബ് കോണ്ടിനെൻറ്റിനെ പറ്റിയിട്ട് ഒരു ഇൻഫോർമേഷൻ ഹാഡ് ചേഞ്ച്ഡ് കൺസിഡേർഡ്. അത് മാറിയിട്ടുണ്ട്. കൺസിഡറബിളി ആയിട്ട് മാറി. ദിസ് മാപ്പ് സീംസ് മോർ ഫാമിലിയർ ടു അസ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയാസ് ഇത് പർട്ടിക്കുലർ സെപ്പറേറ്റ്ലെങ്കിൽ ഡീറ്റെയിൽ. കോസ്റ്റൽ ഏരിയസ് പാർട്ടിക്കുലർ ആയിട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. This map was used by European sailors and merchants on their voyages. ഈ മാപ്പ് യൂറോപ്യൻ സെയിലേഴ്സും മെർച്ചൻറ്റൊക്കെ അവരെ വോയാക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. Equally important is the fact that the science of cartography different in the two periods. When historians read documents, maps and texts from the past, they have to sensitive to the different historical backgrounds, the contexts in which information about the past was produced. ഇവിടെ equally important is the fact that the science. ഇവിടെ ഒരുപോലെ ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് അത് സയൻസാണ്. സയൻസ് ഓഫ് കാർട്ടോഗ്രാഫിയിലെ സയൻസാണ്. ഡിഫറെൻറ്റ് ഇൻ 2 പീരീഡ്സ്. അത് 2 പീരീഡായിട്ട് മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആണ്. ഓൺ ദ വോയാക്സ്. ഈ മാപ്പ് യൂറോപ്യൻ സെയിലേഴ്സും മെർച്ചൻറ്റൊക്കെ അവരെ വോയാക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. Equally important is the fact that the science of cartography different
different in the two periods. When historians read documents, maps, and texts from the past, they have to sensitive to the different historical backgrounds, the contexts in which information about the past was produced. ഇവിടെ important is the fact or that the science. ഇവിടെ ഒരുപോലെ ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് അത് സയൻസാണ്. സയൻസ് ഓഫ് കാർട്ടോഗ്രാഫിയിലെ സയൻസാണ്. ഡിഫറെൻറ്റ് ഇൻ 2 പീരീഡ്സ്, അത് 2 പീരീഡായിട്ട് മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആണ്. വെൻ ഹിസ്റ്റോറിയൻസ് റീഡ് ഡോക്യുമെൻറ്റ്സ്, ചരിത്രകാരന്മാർ എന്താണ് ഡോക്യുമെൻറ്റ്സ് വായിച്ചപ്പോൾ, മാപ്സ് ആൻഡ് ടെസ്റ്റ് ഫ്രം ദ പാസ്റ്റ്, മാപ്സും ടെസ്റ്റും എന്താണ് പാസ്റ്റിൽ നിന്ന്, ദേ ഹാവ് ടു സെൻസിറ്റീവ് ടു ദ ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, അവർ എന്താണ് ബാക്ക്ഗ്രൗണ്ട്സ് വായിച്ച് ദ കൺസെൻസ് ഇൻ വിച്ച് ഇൻഫോർമേഷൻ അബൌട്ട് ദ പാസ്റ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്, അവർ വായിച്ചിട്ട് വിച്ച് അത് ഏതായാലും ഇൻഫോർമേഷൻ അബൌട്ട് ദ പാസ്റ്റ് വാസ് പ്രൊഡ്യൂസ്, അതൊരു വലിയ ഇൻഫോർമേഷനാണ് പാസ്റ്റിന് അബൌട്ട് ദ പാസ്റ്റിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ അല്ലേ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ മെയിൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് സബ് കോണ്ടിനെൻ്റ് എന്താണെന്നറിയോ? ദ സബ് കോണ്ടിനെൻ്റ് ഫ്രം ദ ഏർലി 18th century എല്ലാസ് നോവിയോ ഓഫ് ഗ്വെല്ലം ദി ഇസ്ലേം, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ പറയുന്നത്. മാപ്പ് 1 എ സെക്ഷൻ ഓഫ് ദ വേൾഡ് മാപ്പ് ഡ്രോൺഡ് ബൈ ദ ജോഗ്രഫർ അലിദ്രീസി ദ 12th century ഷോയിങ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഫ്രം ലാൻഡ് ടു സീ. വാട്ട് ഈസ് കാർട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ മേക്സ് മാപ്സ്, ഒരു മാപ്പ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.